ഇപ്പോൾ തമിഴ്നടൻ സൂര്യ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും എത്രത്തോളം സിനിമാ ലോകത്തിന് ശ്രീനിവാസൻ പ്രിയപ്പെട്ടതാണ്, എത്ര വലുതാണ് എന്ന് തെളിയുകയാണ് ഓരോ നിമിഷവും. രാഗിൻ വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നുണ്ട്. രാഗിൻ, സൂര്യ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവർ ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. വിവരങ്ങൾ പറയൂ. തീർച്ചയായും അല്പസമയം മുമ്പാണ് തമിഴ്നടൻ സൂര്യ ശ്രീനിവാസന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നത്. ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും എവരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. അത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിലുള്ള താരങ്ങൾ അവരൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നേരുന്നു. കഴിഞ്ഞ ദിവസം കമൽഹാസൻ അദ്ദേഹത്തിന് അനുശോചിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ എവരുമായി ഒരു നല്ല ബന്ധവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ആളായിരുന്നു ശ്രീനിവാസൻ. അങ്ങനെ ഒരു തരത്തിലുള്ള തലപ്പൊക്കോ അല്ലെ തലക്കനമോ അല്ല ഒന്നും തന്നെ ഇല്ലാതെ എവരുമായി വളരെ സോഷ്യലായി വളരെ നല്ല രീതിയിൽ ഇടപെടുകയും, നേരത്തെ ചിരിയെക്കുറിച്ച് സൂചിപ്പിച്ചു, അത്തരത്തിൽ ചിരിയിലൂടെ തന്നെ സംവദിക്കുകയും അത് മറ്റുള്ളവർക്ക് നൽകുന്ന വലിയ തോതിലുള്ള ഒരു ഊർജ്ജമുണ്ട്. ഒക്കെ ഇതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് നടൻ സൂര്യ ശ്രീനിവാസൻ്റെ കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് എത്തിയത്. ഇവിടെ എത്തി അദ്ദേഹത്തിന് ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. കുടുംബാംഗങ്ങളെയും കാണുന്നുണ്ട്. മാത്രമല്ല വിനീത് ശ്രീനിവാസനൊക്കെ ആയിട്ടും അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ ആയിട്ടും ഒക്കെ ബന്ധം ഈ തമിഴ് സിനിമാ ലോകത്തിനും ഒക്കെ തന്നെയുണ്ട്. ആ നിലയിൽ തന്നെ ഒരു സിനിമാ കുടുംബം എന്ന നിലയിൽ തന്നെയാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ എല്ലാവരും തന്നെ ആ നിലയിൽ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടൻ സൂര്യ ശ്രീനിവാസൻ കണ്ടനാട്ടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലെയാണ് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നേരുന്നു. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മടങ്ങും എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് നടൻ സൂര്യ ഇവിടേക്ക് വരികയും ഇവിടെ എത്തുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കുടുംബാംഗങ്ങളെയും ഒക്കെ കണ്ട് അനുശോചനം അറിയിക്കുകയാണ് എന്നതാണ്. ശ്രീനിവാസൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. താൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയഗതികൾ, തനിക്ക് താൻ നടത്തുന്ന സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ, അതൊന്നും മറ്റുള്ളവർക്ക് ഒരു തരത്തിലോ അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ എവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ എല്ലാവരുമായി തന്നെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർ. ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുകയും. ഇപ്പോൾ സൂര്യ പുറത്തേക്ക് വരുന്നു. ശ്രീനിവാസനെ കാണാൻ താരം സൂര്യ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സിനിമയിലെ ഏത് ഭാഷകളിലായാലും ശ്രീനിവാസൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം. രജനീകാന്തും കമൽഹാസനും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുസ്മരിച്ചിരുന്നു. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജനീകാന്തിനൊപ്പം സഹപാഠിയായിരുന്നു ശ്രീനിവാസൻ. രജനീകാന്ത് പറയുന്നുണ്ടായിരുന്നു, ഏറെ ഞെട്ടലോടെയാണ് പ്രിയ സുഹൃത്തിൻ്റെ വിയോഗ വാർത്ത കേട്ടത്. വളരെ നല്ലൊരു മനുഷ്യനാണ് എന്നുകൂടി രജനീകാന്ത് ശ്രീനിവാസിനെ ഓർക്കുമ്പോൾ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നു. കമൽഹാസൻ പറയുന്നുണ്ടായിരുന്നു, ചില കലാകാരന്മാരെ രസിപ്പിക്കുന്നു, ചിലർ ബോധവൽക്കരിക്കുന്നു, ചിലർ പ്രകോപിപ്പിക്കുന്നു. ശ്രീനിവാസൻ ഇതെല്ലാം ചെയ്തു. ഒരു ചിരിയോടെ അദ്ദേഹം സത്യം പറഞ്ഞു, ചിരിയിൽ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചു. ആ വിശിഷ്ട മനസ്സിന് പ്രണാമം എന്നാണ് കമൽഹാസൻ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് വന്നത്. சின்ன வயசுலேருந்து பீன் அ பிக் ஃபேன் ஆஃப் ஸ்ரீனிவாசன் சார். சினிமாவில் நான் வர்றதுக்கு முன்னாடி இருந்தே உங்கள் எல்லாரும் மாதிரியும் ஐ பீன் ஃபாலோயிங் ஹிஸ் ஒர்க். இங்கே கொச்சினில் இருக்கும்போது இந்த நியூஸ் வந்தோடனே ரொம்ப சங்கடமாக இருந்தது, ரொம்ப கஷ்டம். நேரில் வந்து வீட்டில் பார்க்கணும்னு ஆசைப்பட்டேன். அவரோட ஆத்மா சாந்தி அடையணும். அவரோட கான்ட்ரிபியூஷன், அவர் கற்றுக் கொடுத்தது, அவரோட எழுத்து, அவரோட சினிமாவில் அவர் கொடுத்த அத்தனை விஷயங்களும் வந்து எப்பவுமே நிரந்தரமாக எல்லார் மனசுலையும் ஞாபகம் இருக்கும்.
அவர் ஆத்மா சாந்தி அடையணும். நன்றி. ഇങ്ങോട്ടും